ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് നാട്ടിലെത്തിയ പിറ്റേ ദിവസം തന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്നിട്ട് വെക്കുകയാണ്. എന്തുണ്ടാക്കാം മോനെ? പോർക്ക് വെറുതെ കറിയാണോ അല്ലെങ്കിൽ വിന്താലുവാ? പോർക്ക് വിന്താലു. നമ്മളന്ന് ബീഫ് വിന്താലു ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോർക്ക് അങ്ങനെയല്ലേ ഉണ്ടാക്കണേ. അതുകൊണ്ട് പോർക്ക് വിന്താലു ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. വിന്താലു ഒരു കളർ പച്ച കളറിലൊരു സാധനം. അപ്പൊ അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഉള്ളത് എന്തോരം കടുകാമേ? 1.5 കിലോ ഇറച്ചിക്ക. 1.5 കിലോ ഇറച്ചിക്ക് എത്ര ടീസ്പൂൺ കടുക? സ്പൂണൊന്നും ഒരു കണക്കാ. 2 സ്പൂൺ. 2 ചെറിയ സ്പൂൺ ടീസ്പൂൺ കടുക്. 1.5 കിലോ ഇറച്ചിയാണ്. 1.5 കിലോ ഇറച്ചി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇറച്ചി മീൻസ് കണ്ടോ ഇങ്ങനെ നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ കിട്ടുന്ന പോലത്തെ വെറുതെ വളവള എന്നുള്ള ഇറച്ചിയല്ല. ഇതുപോലെ നല്ല തൊലിയും ഇറച്ചിയും ഒക്കെയുള്ള ഇറച്ചിയാണ്. 1.5 കിലോ ഇറച്ചി ആണ് നമുക്കുള്ളത്. എന്നിട്ട് അമ്മ ദേ കടുക് ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കടുക് ചതച്ചെടുക്കുകയാണ്. കടുക് നിലത്ത് പോകാൻ പാടില്ലല്ലോ. എന്ത് പറ്റും കടുക് നിലത്ത് പോയാ? ചവിട്ടിയാ വഴക്കുണ്ടാവുമെന്ന് പറയും. അത് ഉണ്ടാവല്ല നമ്മൾ തമ്മിൽ. അതിനു വേണ്ടി ഇനി അമ്മ പേടിക്കണ്ട. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയുമോ? തീർച്ചയായും. അതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒന്നും കട്ട് ചെയ്യലില്ല. ഇത് അൺകട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ. അമ്മ എന്ത് പ്രവർത്തിച്ചാലും അത് ഞാൻ കട്ട് ചെയ്യാതെ കളയും. എനിക്കിപ്പോ കട്ട് ചെയ്യാനത് ഇഷ്ടമില്ല. അമ്മ എന്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? എവിടെ പോണു? ഇഞ്ചി. സോ അമ്മ ഇഞ്ചി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്രീസറിലാണ് അമ്മ വെക്കുന്നത് ഇഞ്ചിയും ഒക്കെ. അമ്മ അടിപൊളി ഫ്രീസർ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. എന്ത് സംഭവിച്ചു? ഞാൻ വരുന്നേ പ്രമാണിച്ച് അല്ലെങ്കിൽ നീ എല്ലാം മത്സരത്തിൽ കളയില്ല. ഇടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അമ്മയല്ല അപ്പൻ്റെ ഒരു ദിവസത്തെ പണിയായിരുന്നത്. അത് വൃത്തിക്കിട്ടാ പോരെ? വൃത്തിക്ക് എപ്പോഴും ഇട്ടിരുന്നെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെ ഇടുന്നേ. പക്ഷെ നീ വരുമ്പോ ഒരു ഇതുണ്ടല്ലോ, അത് കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ എല്ലാ സാധനവും എടുത്ത് കളഞ്ഞു. നല്ല കാര്യം. സോ ഇഞ്ചി എടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം. ഇതിന് നമുക്ക് വേണ്ടത് കടുക്, കുരുമുളക് പൊടി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി. വേപ്പില എവിടെ? നമ്മൾ കാട്ടിന്ന് പറിച്ചിട്ട് വന്ന വേപ്പില. നമ്മുടെ വീട്ടിൽ. അതെ, വീട്ടില് വേപ്പില. കണ്ടോ വേപ്പില? കണ്ടോ ഇത്രയും വേപ്പിലുണ്ട് നമ്മുടെ വീട്ടിൽ. ഓക്കെ, ഞാൻ വേപ്പില കാണിച്ചു തരാം. ഒരുക്കി അത് ചതയ്ക്കാനുള്ളതല്ലേ? അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് കടമടാന്ന് കിടക്കും. ചെയ്യല്ലേ മോനെ, അങ്ങനെ പിടിക്കണ്ട. ഞാൻ പിടിക്കും. ഇതേ മൈക്കിൽ അമ്മ എത്ര പതി പറഞ്ഞാലും കേക്കും. അതിനല്ലേ മൈക്ക് തന്നത്. മൈക്കുണ്ട് കണ്ടോ? എന്നിട്ട് ഇതിനൊക്കെ ചതക്കണം. എന്നിട്ട് ആ ഇഞ്ചി നമ്മള് ഈ കടുകിലേക്ക്, അതാണ് ആദ്യത്തെ പ്രിപ്പറേഷൻ. കടുക്, കടുക് എല്ലാം പോകുന്നു. തീർച്ചയായും നല്ലപോലെ ചതക്കണം. ഇനി വെളുത്തുള്ളി. അത്രയും വെളുത്തുള്ളി. 1.5 കിലോ ഇറച്ചിക്ക് അത്രയും വേണ്ട. നമ്മുടെ സ്വിറ്റ്സർലൻഡിലൊക്കെ ചക്ക പോലത്തെ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് ആ ഒരു ഇതിനൊക്കെ തോന്നുന്ന രീതിയിൽ ഇവിടുത്തെ വെളുത്തുള്ളി ഭയങ്കര തിന്നാണ്. കണ്ട, തിൻ വെളുത്തുള്ളി. വെളുത്തുള്ളിയും നമ്മൾ ഇടുന്നു. ഇങ്ങനെ ചതയ്ക്കും അല്ലേ മാം? ഇന്നലെ ഞങ്ങള് വന്നപ്പോ എന്തായിരുന്നു അമ്മ ഇന്നലെ കറി? താറാവ് കറിയായിരുന്നു. താറാവ് കറി ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി ചാറുണ്ടായിരുന്നു. പിന്നെ ബീൻസ് ഒലത്തിയിട്ടുണ്ടായിരുന്നു. വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യം ഞങ്ങൾ
ഇന്നലെ കൂർക്കി ഉണ്ടാക്കി. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്ന ശീലമില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ചൂടാക്കി അടിപൊളി താറാവ് കറി ഇന്നലെ ചീഞ്ഞു പോയി. അപ്പൊ കഴിച്ചു. എന്നിട്ട് എന്റെ അപ്പ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് സങ്കടം കൊണ്ടും ഒരു കുഴപ്പമില്ല ഒന്നുകൊണ്ട് കഴിച്ചു. പക്ഷെ നല്ല ചീഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു അമ്മ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്, അല്ല ഫ്രിഡ്ജിൽ വെക്കാത്തതാണ്, തിളപ്പിക്കുന്നതാണ്. 32 ഡിഗ്രി ചൂടുള്ള ഇന്ത്യയിൽ ഗ്യാസ് ആണ് അമ്മയ്ക്ക് ഇമ്പോർട്ടന്റ്. എന്നാലും ഗ്യാസ് കളഞ്ഞ അമ്മ അതിനെ എപ്പോഴും ചൂടാക്കി വെക്കും. പക്ഷെ ഫ്രിഡ്ജ് എപ്പോഴും ഓണായിരിക്കുന്ന ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ആ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഥ പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് പോർക്കാണെന്ന്. വൈകുന്നേരം അപ്പയുടെ ബ്രദേഴ്സ് ഒക്കെ വരുന്നുണ്ട്, എല്ലാരും കൂടി ഇരിക്കും. പക്ഷെ അപ്പൊ വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ട്, മേടിച്ചിട്ട് വരുന്ന ഫുഡാണ്. പക്ഷെ ഇത് കള്ളു കുടിക്കുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. കുമ്പളങ്ങ ചാറ് വെച്ചു. അത് കുമ്പളങ്ങ ചാറ് വെച്ചാ അപ്പൊ നമ്മൾക്ക് കുമ്പളങ്ങ ചാർ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് കുമ്പളങ്ങ ഇട്ട ചാറാണ്. അതിന്റെ റെസിപ്പി ഞാൻ അമ്മനെ കൊണ്ട് വെറുതെ ചോദിപ്പിക്കും. പക്ഷെ നമ്മുടെ അവിടെ കുമ്പളങ്ങ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് നമ്മളെ അപ്പേ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ അമ്മനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? പാവനോട് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം പച്ചവെളി മസാലകൾ കാര്യങ്ങളെല്ലാം ഇട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം നല്ല. അല്ല അപ്പൊ അത് പറ, ഇപ്പൊ എന്തൊട്ട് ചെയ്യാൻ പോണേ അമ്മയെന്ന് പറ. അപ്പൊ പറ. ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചു. ഇനിയിപ്പൊ അമ്മ എന്തിപ്പോ ചെയ്യണേ പറയും. ചെയ്യണമെന്ന് വെച്ചാൽ ഇറച്ചി ഇതിനകത്ത് ഇടും. ഇട്ട ശേഷം ഇറച്ചി എന്തിലിടും? കുക്കറിലിട്ട് അതിനുശേഷം സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഓരോന്ന് പതി പറ, അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഇടുന്ന എന്താ? സവാള. അതെല്ലാം ഇട്ട ശേഷം അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യും. ഇപ്പൊ ഇനിയിപ്പൊ അടുത്തത് എന്താ? ധൃതി പിടിക്കരുത്, പതി പറ. ഇതുണ്ട് പിന്നെ വിനാഗിരി, വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. അതിടും. ഇട്ട ശേഷം പച്ചവെളിച്ചെണ്ണ ഒഴിക്കും. പച്ചവെളിച്ചെണ്ണ ഇട്ട് നല്ലോണം തിരുമ്മി റെഡിയാക്കിയ ശേഷം വിനാഗിരി ഇട്ടിട്ട് തിരുമണം. പിന്നെ തിരുമ്മിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കുക. സംഗതി നല്ല മഞ്ഞ കളറിലെ പോർക്ക് കറി. അതെ, ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട കൊച്ചി ഭാഷയാണ്. പക്ഷെ വീഡിയോയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വരുമ്പോഴോ സവോല എന്നൊക്കെ പറയും അല്ലേ മേ? പച്ചമുളക് ഇട്ടു, അപ്പൊ പറഞ്ഞ പോലെ സവാള ഇട്ടു, ആ മിക്സ്ചർ ഇട്ടു, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എന്നിട്ട് അപ്പൊ പച്ചമുളക്, വേപ്പില ഇടും. അത് വേണ്ട, നോട്ടെ. കുരുമുളക് പൊടി ഞാൻ എടുത്തോളാം. നനഞ്ഞ കൈയൊന്നും പോയിക്കണ്ട കേട്ടോ, എൻ്റെ കൈ നനഞ്ഞതാണ്. ഇത്രയും കുരുമുളക് പൊടിയും കൂടി ഇട്ടേക്കാം. 1.5 കിലോയ്ക്കാണ് ഒരു 2 വലിയ സ്പൂൺ കുരുമുളക് പൊടി. വലിയ സ്പൂൺ? അത് വലുതാണമ്മ. ആണോ? ടീസ്പൂൺ അല്ലത്. ഇത്രയും വേണം. എന്നെങ്കിൽ ടീ എന്ന് പറയുമ്പോ മറ്റേ കുഞ്ഞില്ലേ, അതാണ് ടീ. മനസ്സിലായി. ഇത് ഉണങ്ങട്ടെ. പിന്നെ നമ്മള് വേപ്പില, അമ്മ പൊടിച്ചു വെച്ച കുരുമുളകാണ്. അപ്പൊ ഇച്ചിരി കൂടെ വേപ്പില എടുത്തുണ്ടോ അപ്പേ? ഞാൻ അപ്പോഴൂടെ വരാം. വേപ്പില കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ ബേബി. വേപ്പില എടുക്കട്ടെടാ. നീ പോടാ. ഇതെന്റെ വൃത്തികെട്ടനിയുണ്ട്. ഇപ്പൊ ഇടിഞ്ഞൊളിഞ്ഞ് വീടെടുത്തിട്ടാ കൈ മഴ വെച്ചു പോയി. സൂക്ഷിച്ച് വേപ്പില എടുത്തു. ആൻഡ് നമ്മേ പൊടിച്ചു വെച്ച കുരുമുളകൊക്കെ ഇട്ടുകയാണ്. ഇത് പഴയ ചെറിയ വേപ്പിൻ്റെ ഇലയാന്ന് തോന്നുന്നല്ലേ? എനിക്കറിയില്ല.
അയ്യോ നല്ല കുഞ്ഞു വേപ്പിലേക്ക് ഉണ്ടായിരുന്നല്ലേ. ആ സാരമില്ല. പക്ഷെ ഇതൊക്കെ ഇനിയും വളരാനുണ്ടായിരുന്നല്ലോ. സാരമില്ല. മുകളിലോട്ടുള്ളതപ്പൊക്കെ എടുക്കാനായിട്ടേ ഞാനാണ് മുകളിലെടുത്തതപ്പ ഏറ്റവും മുകളിൽ നിന്ന് ചാടി കയറിയിട്ട് ഞാനത് കയറി നിന്ന് എടുക്കുവേ. അപ്പൊ അങ്ങനെ തന്നെ എടുത്ത് വേപ്പില ഇട്ടു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കടുക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി കടുക് പേസ്റ്റ്, സവാള, കുരുമുളക് പൊടി, പച്ചമുളക്, വേപ്പില. ഉണ്ട് സാധനമുണ്ട്. പിന്നെ എന്തുട്ടാ? മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടണോ? ബീഫിൽ ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടി ഇടാൻ പാടില്ല. ഞാൻ ഇട്ടു കഴിഞ്ഞ പ്രാവശ്യം, പക്ഷെ ബീഫിൽ ഇടില്ല. പക്ഷെ പോർക്കിലിടില്ല. എന്തു പറ്റിടാ? എന്തു പറ്റി? വിനാഗിരി. പിന്നെ നമ്മൾ ഒഴിക്കുന്നത് വെള്ള കളറിലെ പ്ലെയിൻ വിനാഗിരി. ഇതിപ്പോ എന്തോരം ഒഴിച്ചപ്പോ 1.5 കിലോയ്ക്ക്? 1.5 കിലോയ്ക്ക് അങ്ങനെ എനിക്ക് അളവൊന്നുമില്ല മോനെ. ഇനി അപ്പയാ നോക്കുന്നത്. ഒരു 3-4 സ്പൂൺ. ഒരു പുളി വരുന്ന പോലെ. നല്ല പുളി വേണം. നല്ല പുളി വേണം. എന്നിട്ട് ഉപ്പ്. പിന്നെ ഉപ്പിട്ടാലാണ് വിനാഗിരിയുടെ പുളി മനസ്സിലാവുള്ളൂ. വെറുതെ വിനാഗിരി മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഉപ്പും ഇട്ട്. ഇതൊക്കെ ആവശ്യത്തിനാട്ടോ. ഞങ്ങൾക്ക് കൈ അത് പിന്നീടാണ് എൻ്റെ കപ്പയാ നോക്കുന്നത്. പിന്നെ കടുക് ഒത്തിരി ഇട്ട് കഴിക്കും, അതുകൊണ്ട് കടുക് സൂക്ഷിച്ചിടണം. പിന്നെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. മണമുണ്ട്. നല്ലതല്ലേ? കൈ കൊണ്ട് തിരുമ്മിയാൽ മതി. അയ്യോ എനിക്ക് എൻ്റെ കൈ പാവലൻ്റെ അടുത്ത് എപ്പോഴും പറയും കൈ കൊണ്ട് തിരുമ്മ. അപ്പനും പറഞ്ഞ് തിരുമ്മി കൂട്ടാൻ പറഞ്ഞു. എന്നിട്ടത് കൈ കൊണ്ടാണ് തിരുമേണ്ടത്. പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര വൃത്തിശീലമായതുകൊണ്ട് കൈ കൊണ്ട് തിരുമില്ല. അതൊന്നും അല്ല, കൈ പുകയും. പിന്നെ നമ്മൾ ഇടുന്നത് മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണമായിരുന്നു ഇളക്കാൻ. മസാലപ്പൊടിയാ? മസാലപ്പൊടിയും കൂടി ഇടും. ഇത് അമ്മ തന്നെ ഉണ്ടാക്കണ മസാലപ്പൊടിയാണ്. കടയിലൊക്കെ കിട്ടുന്ന ഇറച്ചി മസാല ഒന്നല്ല, നമ്മൾ പൊടിച്ചെടുക്കുന്ന എല്ലാ സ്പൈസസും മേടിച്ചിട്ട്. കുരുമുളകും അങ്ങനെ തന്നെ. കുരുമുളകും നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നത്. നമ്മൾ പെപ്പർ പൗഡർ ആയിട്ട് അങ്ങനെ മേടിക്കാറില്ല. 2 സ്പൂൺ. അപ്പൊ അങ്ങനെ 2 സ്പൂൺ മസാലപ്പൊടി. ഇത് നമുക്ക് ചിക്കൻ മസാല, മീറ്റ് മസാല എന്നൊന്നുമില്ല. നമ്മൾ എല്ലാത്തിനും ഈ മസാല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഞാൻ സ്വിറ്റ്സർലൻഡിലും യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കറിയുടെ ഒക്കെ ടേസ്റ്റ്. ഇത് ഇതുപോലെ നല്ലപോലെ ഇളക്കുക. എന്നിട്ട് കൈ കൊണ്ടാണ് ഇളക്കേണ്ടത്. പക്ഷെ എനിക്കൊന്ന് കൈ പുകയും. ഇത് പടപടയെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ. ആശിഷന്തേവാണ് പാവലിൻ്റെ കൂടെ പോളങ്ക വന്നായിരുന്നല്ലേ? ഇനി ഒന്നുമില്ല. കുരുമുളക് കഴുകിയ വെള്ളം. കുരുമുളക് പൊടി കഴുകിയ വെള്ളം. പക്ഷെ വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാൻ ഒഴിച്ചു വെച്ചിരി. വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് അതമ്മ സ്റ്റൗവിൽ വെച്ച്. എന്നിട്ട് എന്താ അമ്മ ചെയ്യണം? പേപ്പറിൽ ഇട്ടില്ലല്ലോ? ഇട്ടല്ലേ? ഇഷ്ടംപോലെ ഇട്ട് തീ കത്തിച്ചിട്ട് കുക്കർ അടക്കി. സവാള, പച്ചമുളക്, വേപ്പില, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, കടുക് പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി. ഇത്രേ സാധനം ഉള്ളൂ ഇതിനകത്ത്. നോ മുളക് പൊടി. ഇനി നമ്മള് അടപ്പ് കഴുകി വെച്ച് അടപ്പ് വെച്ച് അടച്ചിട്ട് 2 വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്യാം. 2 വിസില് ഫുൾ തീയില്? അത് മതി. ഫുൾ തീയില് 2 വിസില് കേട്ടതിന് ശേഷം അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ എളുപ്പമായേനെ. എന്നാ അപ്പുറത്ത് വെച്ചൂടെ? അപ്പുറത്ത് വെച്ചൂടെ? നോക്കാം. ഞാൻ ഹോം ടൂർ ചെയ്യാം. ബിക്കോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചെയ്യാം. അപ്പോൾ അത് പിന്നെ ചെയ്യാം. ഞങ്ങൾക്കിവിടെ 2 അടുക്കളയുണ്ട്. ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയ ആണ്. അപ്പുറത്താണ് ഞങ്ങളുടെ അടുക്കള.
ഇവിടെ ഇങ്ങനെ വർക്ക് ഏരിയ, പിന്നെ ഇവിടെ ഇങ്ങനെ വർക്ക് ഏരിയ. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ കൈ കൊണ്ട് കഴുകുന്ന തുണികൾ അല്ലേ അത്? അല്ലേ? ഇപ്പം വാഷിംഗ് മെഷീൻ ഇടും, എന്താ പറയുക, നനച്ച് നനച്ചിട്ടിടും. വാഷിംഗ് മെഷീൻ നനക്കില്ല. അല്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നനച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പോമേ, അവര് പറഞ്ഞു തന്നതാ അങ്ങനെ. അപ്പൊ 2 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 140 kilometers per hour. ഹലോ ബേബി കുട്ടിയാണോ, സുന്ദരിയാണോ? 200. Yes, the maximum limit is 80 kilometers. എൻ്റെ അമ്മ എന്തൊക്കെയോ പണിയിലാണ്. As fast as you want. എന്താ പരിപാടി? Next time I come, I take you to Germany. If you just pass 80 kilometers, flash your vehicle. ഓ ഞാൻ പറഞ്ഞത് ചെയ്യുന്നത് അറിഞ്ഞില്ല ഇടിയിട്ടല്ലേ വേറെടുത്തല്ലേ ഭാഗ്യം നാക്കോണ്ടാഞ്ഞ കടിഞ്ഞു മുറിഞ്ഞു. നിന്റെ ഷോൾഡർ മോളെ ഈ അടുപ്പിലോട്ട് വെക്കുവാന്ന് പറ. ഏ ഈ അടുപ്പേ വെക്കുവാന്ന് പറ. അപ്പൊ പാവലിന്റെ അടുത്തുനിന്നൊക്കെ എനിക്ക് കിട്ടണത് വെച്ച് നോക്കി ഇതൊന്നും ഒന്നുമല്ല. എന്താ ഈ അടുപ്പിലോട്ടേ വെക്കുക. അപ്പൊ നമ്മൾ ആ അടുപ്പിൽ നിന്ന് മാറ്റി ഈ അടുപ്പിലേക്ക് വെച്ചു. ബിക്കോസ് ഇവിടെ കുറച്ചും കൂടി തീ കൂടുതലാണ്. അപ്പൊ വേഗം ആകാനാ. ഇതൊരു ഞങ്ങളുടെ ശരിക്കും അടുക്കള. ആശയൊക്കെ കൂടുതലും കുക്ക് ചെയ്യണത് ഇവിടെയാണ്, വല്ലപ്പോഴും. ഈ വ്ളോഗൊക്കെ ഇടില്ലേ ആ സാധനങ്ങൾ. പക്ഷെ അമ്മയുടെ കുക്കിംഗ് പ്ലേസ് ഇതാണ് അല്ലേ? എനിക്കിഷ്ടം ഇവിടെയാ. കാറ്റൊക്കെ കൊട്ടും. കാറ്റൊക്കെ കൊണ്ട് ഫാൻ ഉണ്ടെങ്കിൽ ഇവിടെയും കാറ്റ് കൊള്ളൂലോ. അത് അത്രയും പോരാ. ഫാൻ ഉണ്ടെങ്കിലേ ഫാൻ ഇടാൻ പറ്റില്ലല്ലോ കുക്ക് ചെയ്യുമ്പം. കുക്ക് ചെയ്യുമ്പോൾ ഫാൻ ഇടാൻ പറ്റില്ല. ഞാൻ ഈ ആപ്പ് തന്നെ ഹോം ബ്ലോഗ് ഇടണം അല്ലേ? അയ്യോ, ഈ ആപ്പിൾ നശിഞ്ഞല്ലേ, എനിക്ക് കളയണമല്ലോ. അത് കളയാം. അങ്ങനെ കാപ്പി മുഴുവൻ കുടിച്ചാ? ഇല്ല. എന്നാ അതും കൂടെ ഒന്ന് കുടിച്ചേ. എനിക്കെല്ലാം എടുത്തു വെക്കാമല്ലോ. ട്രെയിൻ പോകുന്ന ശബ്ദം ആണത്. ഇതാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട്. I understand, like some people also do it, but for example, they know the cat has issues and will not get infection. This, so maybe someone can do it. And if it's all bad, and then someone comes and they take it to different countries, Albania. കുക്കിംഗ് വീഡിയോ കഴിഞ്ഞല്ലോ മേ. ഭയങ്കര സ്പീഡായി പോയില്ലേ? എന്നെടുത്തു. അത് പറ്റില്ല. ഇനിയിപ്പോ ഇതൊക്കെ എല്ലാം ആയി കഴിയണ്ട്. ആരാ അമ്മ വിളിച്ചത്? ഞാനാ? നോക്കിയേ. എനിക്കിങ്ങനെ പറയല്ലേ. പറ. എടാ ആരാടാ വിളിച്ചത്? അവള് ഹൂ ഇസ് ഫെയർ മോനെ? അമ്മ ഓർ മീ? I'm fair. നോ ടെൽ മീ അമ്മ ഓർ മീ. I think. No. Me. I don't know. Same. ഈശ്വര, ഈ ഒരു കലികാലത്തെ അമ്മ ഓർത്തിരുന്നോ എന്തെങ്കിലും? അമ്മ വാസ് നെവർ എക്സ്പെക്ടിങ് ദിസ് ഡേ ടു കം. പൊടി. I was that color. Like the TV. Not this one. Yes. എന്റെ മുടി അങ്ങനെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവന്റെ മുടി കാണിച്ചു. I mean, you mean പൊടി. ആന്നോ? now she doesn't go out. കൊച്ചേ അവിടെ എന്താ തുടങ്ങണ്ടേ? വാട്ട്? ഇവിടുന്നല്ലേ തുടങ്ങുന്നേ? അതിന് ഹോം ടൂർ ഒന്നല്ല. ഇല്ലേ? ഹോം ടൂർ വേറെ ദിവസം. ഇന്ന് കാണിച്ചല്ലോ അടുക്കള. അമ്മയ്ക്ക് കാണിക്കണോ? എനിക്ക് എന്റെ പൊന്നുമോനെ ഇതൊന്നും എടുത്ത്.
അത് വെച്ചോ, അടുക്കളയിൽ നമുക്ക് തീർക്കണ്ടേ. കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞ് 2 വിസിൽ വരട്ടെ. കാശ് കൊടുക്കണം. സുന്ദരി അത് തന്നെ വാങ്ങിച്ചോളാൻ പറ. സുന്ദരി കുട്ടിയാണോ ഉമ്മ? കരിമീനും ചെമ്മീനും മേടിക്കാൻ പറയട്ടെ. വേണ്ടപ്പേ, പിന്നെ അതിലൊന്ന് പോയി മേടിക്കാം. നല്ല വെറുതെ അതിന് വേണ്ടി പോണ്ട, പാശൊന്നും മേടിക്കാൻ. വരുന്ന കഴിക്കാൻ പോനെ. പക്ഷെ ഇപ്പൊ കിട്ടില്ല, രാവിലെ കിട്ടുന്ന മോർ. Everything is same. Yes, no action. അതൊക്കെ അവരെന്തോരം കണ്ടേക്കണം. I would like Hindi or Hindi. coming back from Asia. ഞാൻ ബാത്റൂമിൽ പോയി ഇതിനകത്തൊന്നും വല്ലതും കേൾക്കുവോ? ഇല്ല, ഓഫ് ചെയ്താ കേക്കില്ല. ഓഫ് ബേബി. ഞാനവിടെ കേട്ടാ അതാണ് ഓടി വന്നത്. പക്ഷെ ഇതിപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ ഞാൻ കേട്ടു. Because ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ. 2 ഓക്കെ, നമ്മൾ 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ മൂന്നാമത്തെ അടുപ്പിക്കുന്നില്ല, പിന്നെ വേണമെങ്കിൽ വെക്കാം. നല്ലതല്ലേ? നല്ലതെന്ന് പറയണ്ടേ. And very cheap. I think like 100 rupees per liter or 150 rupees. Exactly. And we will mix it like with water and drink from there. Sicily, so small island. Sicily. Yes. There's nothing from Spain. Did you hear about the Italian mafia? No. It's very popular American movies. ഇങ്ങനെയൊക്കെ പോകണം. Italian mafia. ഞാനിടും, അങ്ങനെ നോക്കിയതും ഞാനിടും. When there was this forbidden to sell alcohol in the USA, and they started testing about alcohol, and then അത് കുഴപ്പമില്ല. ദേ ഇത് ഇളക്കം നല്ലപോലെ ഇല്ല, പിടിച്ചിട്ടില്ല. പിടിച്ചു തുടങ്ങി. എന്നിട്ട് 2 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്ന് കഴിയുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാവും. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ വറ്റിച്ച് കുറുക്കിയെടുക്കണം അല്ലേ? കുറുക്കിയെടുക്കണം അല്ലേ? ഇങ്ങനെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ അതാണ് നല്ലത്. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തീർന്നു. ഇത് കുമ്പളങ്ങാട്ട മോര് കറി, പിന്നെ ഇത് അച്ചിങ്ങ, പിന്നെ ഇത് നമ്മുടെ പോർക്ക്, ആൻഡ് ഇതിങ്ങനെ കുഴച്ച് എന്നിട്ടിങ്ങനെ അച്ചിങ്ങ വെക്കും. കുടലല്ലോ, പോർക്കിന്റെ തൊലിയാണ്. ഇത് കണ്ടോ, സ്കിൻ. അല്ല, അവിടെ ഒന്നും ഇങ്ങനെ കിട്ടില്ല. അതും വെച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വെച്ചിട്ട് താങ്ക് യു മോനെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.